ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? വളരെ രുചികരമായ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇതാട്ടോ ബീഫ്. ഇത് എല്ലും ഇറച്ചിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ബീഫാണ്. 1 കിലോളം ബീഫുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്കതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പറഞ്ഞാൽ ചില ബീഫിന് നല്ല വേവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അടി പിടിച്ചിട്ട് നമ്മളെ പണി വാളുമല്ലോ അടി പിടിച്ചാൽ പിന്നെ. അപ്പോൾ അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5-6 ഫിസിലടിച്ചപ്പത്തിന് വെന്തിട്ട് പിന്നെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. അതൊരു സ്പെഷ്യലായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കും. കറിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അടി പിടിക്കാതെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നല്ല സ്മെല്ലും കാര്യമൊക്കെ വരുമല്ലോ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ നനവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ തുടച്ചെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പൊടിയായിട്ടൊന്നും വരില്ല, എന്നാലും നമുക്ക് പറ്റുന്ന വരെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ ആയി വരിക. അപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാർ തന്നെ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ എടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൽ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കത് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, ഒന്ന് നമ്മൾ ചതക്കുന്നത് പോലെ ഒന്ന് അരഞ്ഞിട്ട്. അപ്പോൾ ഇതാട്ടോ അതും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മിക്സിയിൽ തന്നെ 2 പഴുത്ത തക്കാളിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അതും നമുക്ക് അവിടെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. തക്കാളി പിന്നെ അരയാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതും അരച്ചെടുത്തിട്ട് അവിടെ നമുക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ബീഫ് പിന്നെ നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ. ബീഫൊക്കെ വെന്തിട്ടുണ്ടാവും. ആ ടൈം കൊണ്ടാണ് നമ്മൾ ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. എന്താട്ടോ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആകുന്നില്ല കേട്ടോ. അത് ഇതിലേക്ക് തന്നെ ആവശ്യം വരും. അപ്പോൾ അതൊരു ഭാഗത്ത് എടുത്ത് വെക്കാം. ഇനി ഒരു ചട്ടി, ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ഞാൻ കുറച്ചാട്ടോ ഒഴിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നെയ്യും കാര്യമൊക്കെ ബീഫിൽ തന്നെ ഉണ്ട്. പിന്നെ ആ വെള്ളത്തിൽ കണ്ടില്ല നിങ്ങൾ, അത് കാരണം ഞാൻ എണ്ണ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ ഉള്ളി കട്ട് ചെയ്തും കൂടി ഇട്ടോ. 2 മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഇത്. അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒരു കളറ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അല്ലേ അത് അരച്ചതും കൂടി ചേർത്തി കൊടുക്കാം. ഇതാട്ടോ ഇങ്ങനെയൊക്കെ ഒരു കളറായിരിക്കുമ്പോൾ നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചപ്പ് മാറുന്നത് വരെ ഇങ്ങനെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റ് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പച്ചപ്പ് മാറുകയോളം ഒന്നും കൂടി നന്നായി മിക്സാക്കി ഇളക്കി മറിക്കാം കേട്ടോ. ഈ ബീഫ് റോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് പൊറോട്ടൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെ, ചപ്പാത്തി കൂടെ, അതുപോലെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ.
ശേഷം നമ്മുടെ ആ വെള്ളം കുറച്ച് എടുത്ത് ബാക്കി വന്ന വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ബീഫും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി ഒക്കെ നമുക്ക് പിടിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി വരും. എനിക്കത് ഉറപ്പാണ്. ഞാനിത് ഒരു വട്ടം കൂടി ഒരു വട്ടം ഉണ്ടാക്കി 2 വട്ടം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ 1, 2, 3 വട്ടമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയാണിത്. ഈ റെസിപ്പി നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിത് വീണ്ടും ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തത്. എൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ അവിടെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ബീഫൊക്കെ ഇട്ടിട്ട് നല്ല ഇളക്കി മറിച്ച് നമുക്ക് ഇനി കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇതിൽ മെയിൻ കാര്യം നമ്മുടെ തേങ്ങ വറുത്തരച്ച് പൊടിച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി മറിച്ച് പിന്നെ ഒരു 2 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് പിടിച്ച് മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാവണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് നോക്കാം കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആട്ടോ ഗെയ്സ്. ഇതാട്ടോ ഞാൻ തുറന്ന് വെക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്ന് വെക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടിയൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അടിപൊളി ഇതാ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യണേ. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ്. എല്ലാതിൻ്റെ കൂടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പെഷ്യലായിട്ട് വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അത്. ഇതുപോലെ തേങ്ങയൊന്നും ഇടാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്ത് അവരൊന്നും ബീഫ് കഴിക്കാത്തവരാട്ടോ, അവർക്ക് ചിക്കനെ ഇഷ്ടമുള്ളൂ കേട്ടോ. പക്ഷെ ഞാനിത് കൂട്ടി ചോറൊക്കെ കുഴച്ച് കൊടുത്തിട്ട് ചോറ് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പിയും കൂടി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.